ഹലോ. ആ എന്നാ ഉണ്ട് വിശേഷം? സുഖം. സുഖം. എന്നാ കക്ഷത്തന്നെ? കക്ഷത്തിൽ രോമം. അല്ല, അതല്ല നിങ്ങളുടെ കക്ഷത്ത് എന്താ ഇരിക്കുന്നു? പ്രശ്നപ്പലക. ഇത്ര പ്രശ്നമുള്ള പലകയാണെങ്കിൽ എന്തിനു കൊണ്ടുവന്ന എടുത്ത് കളഞ്ഞുകൂടെ? ആണ്ട് അങ്ങനെ കളയാൻ പറ്റിയല്ല. അതെന്താ? ഞാൻ പ്രശ്നക്കാരനാ. പ്രശ്നക്കാരനാണല്ലേ? ആ. ഇവിടെ വല്ല പ്രശ്നം ഉണ്ടാക്കിയ പോലീസിനെ വിളിക്കും. ഉള്ള കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾ എന്ത് പറഞ്ഞേ പറഞ്ഞ പോലീസിൽ വിളിക്കുന്ന പ്രശ്നക്കാരനല്ലെന്ന്. ഹസ്തരേഖ ശാസ്ത്രം, ജ്യോത്സ്യൻ, ജ്യോതിഷം. നിങ്ങളുടെ പേര് ഞങ്ങൾ ചോദിച്ചില്ലല്ലോ. ജ്യോതിഷം ഞങ്ങൾ ചോദിച്ചോ? ഞങ്ങൾ ചോദിക്കുമ്പോൾ പറഞ്ഞു ജ്യോതിഷം എന്ന പേരല്ല, ജ്യോത്സ്യൻ. ഓ എന്റെ ഉല്ലാസേട്ടാ ജോത്സ്യനല്ലേ? പ്രശ്നം നോക്കണ ജോത്സ്യൻ. അശ്വതി. ഓഹോ. അശ്വതി നാമധേയത്തിൽ പൂജാരിയായത്. പൂജാരിയാ? അല്ല, സുജാത. സുജാതയെ സാവിത്രി ഒന്നല്ല ചേട്ടാ. അശ്വതി നാമത്തിൽ ഭൂജാത ആയവൾ, അങ്ങനെയാണ് പറയേണ്ടത്. അങ്ങനെ പറയാൻ അറിയത്തില്ല, അതുകൊണ്ടാ ജനിച്ചവൾ എന്ന് പറഞ്ഞാൽ മതി. മതി, അത് മതി. അശ്വതിയുടെ നക്ഷത്രം ഏതാ? ഭരണി. ഷെയ്പ്പ് അല്ല ചോദിച്ചത്, നക്ഷത്ര ചോദിച്ചത്. എനിക്കറിയാം ചേട്ടൻ ഇവിടെ വന്ന് ഇതുപോലെ തന്നെ ചോദിക്കും, അശ്വതി നാളെന്താ? അപ്പൊ ഞാൻ ഭരണി എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഇതേ കൗണ്ടർ അടിക്കുമെന്ന് എനിക്കറിയാം. ഇത് കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. മനസ്സിലായോ? ഓ, ഭയങ്കര അഗ്രഗണ്യ. ചേട്ടൻ മനസ്സിൽ കാണുമ്പോ ഞാൻ മാനത്ത് കാണും. അതിനെ കോങ്കണ്ണാണോ മാനത്ത് കാണാൻ? അതാ പറഞ്ഞ അഗ്രഗണ്യ. അതൊക്കെ പോട്ടെ. നിങ്ങൾ ഈ പലകയൊക്കെ ആയിട്ട് വന്നല്ലോ, നിങ്ങൾ ഈ ഭൂതം ഭാവിയൊക്കെ പറയോ? ഭൂതവും പറയും, ഭാവിയും ഒക്കെ പറയും. ആണോ? പറയില്ല. അപ്പൊ വർത്താനം പറയില്ലേ? വർത്താനം പറയും. ഞാൻ എന്റെ ഊമയാണോ? നല്ല വർത്താനം പറയും. പറഞ്ഞ തെറിയും പറയും. അയ്യോ, അതല്ല മനുഷ്യ. ഭൂതം, ഭാവി, വർത്തമാനം അതൊക്കെ പറയും. അതൊക്കെ പറയും. അതെല്ലാം പറയും. അതെല്ലാം പറയും. ശരിക്കും പേരെന്താണ് താങ്കളുടെ? രമ്യാകൃഷ്ണൻ. രമ്യാകൃഷ്ണനോ? കോലം നോക്കിയ രമ്യാകൃഷ്ണൻ എന്നൊരു സാരി എടുക്കാൻ പാണ്ടായില്ലേ? കൊമ്പം മീശയും വെച്ചിട്ട് പെണ്ണുങ്ങളുടെ പേര് വിട്ടു വന്നിരിക്കുന്നു. അല്ല, ഈ രമ്യ ആരാ? രമ്യ എന്റെ ഭാര്യ രമചേച്ചി. രമ്യ ചേച്ചിയാ? ഭാര്യ ആരെങ്കിലും ചേച്ചി എന്ന് വിളിക്കോ? പ്രായത്തിൽ മൂത്തവരെ പിന്നെ ചേച്ചി എന്നല്ല പിന്നെ ആരെ എങ്ങനെ വിളിക്കും? പറ, അത് പറ. അല്ല അത് പറ. പക്ഷെ നിങ്ങൾ ഈ ഭാര്യയുടെ പേരിലാണോ അറിയപ്പെടുന്നത്? പിന്നെ വീട്ടിൽ ചെലവിന് കൊണ്ട് തന്നെ ആളുടെ പേരിലല്ലേ അറിയപ്പെടാൻ പറ്റുള്ളൂ. റേഷൻ കാർഡിൽ പേരുള്ളവരുടെ പേരിലല്ലേ അറിയപ്പെടാൻ പറ്റുള്ളൂ. നമ്മൾ താന്ന് കിടക്കുന്ന ആളാന്നേ. ചേട്ടാ, ഈ ജ്യോതിഷമൊക്കെ നടത്തി കഴിഞ്ഞാൽ ഇത്ര വലിയ പണക്കാരനാകാൻ പറ്റൂ? അങ്ങനെ വലിയ പണമൊന്നുമില്ല. അല്ല, നിങ്ങൾ വലിയ സെറ്റപ്പാണല്ലോ. സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കണ്ടിട്ടാണോ സെറ്റപ്പ്? പാസ്വേഡ് ഒന്ന് പറയൂ. എന്നാത്തിന്റെ? വൈഫൈയുടെ. നിങ്ങൾ ഫ്രീ ആയിട്ട് വൈഫൈ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ പാസ്വേഡ് ഒന്ന് പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് ഒന്ന് ചെയ്യായിരുന്നു. വൈഫ് എന്ത് ഈ പറയണേ? ആ ചേട്ടന്റെ നെറ്റിലെ വൈഫൈയുടെ സിഗ്നൽ സിഗ്നൽ മൊത്തം തെളിഞ്ഞു കിടക്കാണ്. നിങ്ങളത് ഓഫ് ചെയ്യൂ. അയ്യോ, അത് വൈഫൈ അല്ല, അത് ഞാൻ കുറി തൊട്ടേക്കണ. ഓ, കളപത്തി വിരലിട്ടിട്ട് ഇങ്ങനെ ഇട്ട വലി വലിച്ച കുറി തൊട്ടതാ. ഞാൻ വിചാരിച്ചു വൈഫൈയുടെ സിഗ്നൽ തെളിഞ്ഞു കിടക്കാൻ. അതെ. ഞാനേ പക്ഷെ ഈ പുള്ളിനെ എവിടെയോ കണ്ടിട്ടുണ്ട് കേട്ടോ. അതെ അതെ അതെ, ഞാൻ എവിടെ ഞാനും കണ്ടിട്ടുള്ളൂ. പഞ്ചായത്ത് ഇലക്ഷൻ നിന്നിട്ടുണ്ട്. പിന്നെ പഞ്ചായത്ത് ഇലക്ഷൻ നിന്ന് അതാണ്. എത്ര വോട്ട് കിട്ടി? 12,000 സിസ്റ്റം വോട്ട് കിട്ടണ്ടായിരുന്നു, കിട്ടിയില്ലായിരുന്നു. പിന്നെ എത്ര കിട്ടി? കിട്ടിയെന്ന് പറഞ്ഞാൽ 0. അപ്പൊ നിങ്ങളുടെ ഓട്ടോ? എന്റെ ഓട്ടോ? ഞാനൊരു സാധു അല്ലേ, അത് അസാധുവായി പോയി. നിങ്ങളുടെ ഭാര്യയുടെ ഓട്ടെങ്കിലും കിട്ടി കാണൂലോ. അവളൊക്കെ നമുക്ക് തരുവോ? അതൊക്കെ വലിയവർക്ക് കൊടുക്കത്തുള്ളൂ, നമുക്കൊന്നും കിട്ടത്തില്ല. അതൊക്കെ വലിയ വലിയ ആൾക്കാർക്കാ കൊടുത്തത്. അതൊക്കെ പോട്ടെ. ചേട്ടൻ എങ്ങനെ ഈ ജോത്സ്യത്തിലേക്ക് വന്നു? അത് ഞാൻ പറയാം. ജോത്സ്യത്തിലേക്ക് വന്ന എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇലക്ഷനിൽ നിന്ന് തോറ്റു പോയല്ലോ. അപ്പൊ എന്റെ ചിഹ്നം കൈപ്പത്തിയായിരുന്നു. അത് ഫ്ലെക്സ് അവിടെ വെച്ചേക്ക് പോയത്. ഏതോ തെണ്ടി ഏപ്രിൽ ഫുള്ളിന് ഹസ്തരേഖ ശാസ്ത്രത്തിന് താഴെ എഴുതി വെച്ചു. എടോ വന്നോര് ഇത് എന്നെ നോക്കി വന്ന് എന്റെ വീട്ടിൽ ഇടിക്കാൻ കേറുക. അങ്ങനെ ശരിക്കും ഞാനൊരു ജോത്സ്യനായത്. ഇതൊക്കെ അറിയാം ചെറുതായിട്ടൊക്കെ. എന്തായാലും ചേട്ടൻ നമ്മുടെ കോമഡി മസാലയുടെ ഫ്ലോറിൽ വന്ന അപ്പൊ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ നോക്കിയിട്ട് പറ. ഇവിടുത്തെ അവസ്ഥ ഗണിച്ച് പറയണെന്ന് വെച്ചാ ഇത് വഴിയാണ്. ഭയങ്കര വെയിറ്റ് ആകുന്നു. ഇനി നോക്കാം. കന്നിക്കൂറിൽ കാരക്കാട്. അല്ല, കാരക്കാടിന് ഉല്ലാസിരിക്കുന്നുണ്ട്. അതിനെവിടെ ചേട്ടാ കാട്? ആ ഫ്രണ്ട് ഇരിക്കണ കാടല്ലേ അത്? അത് ഞങ്ങളുടെ പൂങ്കാവനമാണ് ചേട്ടാ. അത് കാട് തന്നെ, പൂങ്കാവനം കാട് തന്നെ. ശരി. പിന്നെ അഗ്നിക്കോണിൽ ഹരിശ്രീ മാട്ടിനിരിപ്പുണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ കുജന്റെ നിൽപ്പത്ര ശരിയല്ല. ചേട്ടന്റെ നിൽപ്പ് ഒട്ടും ശരിയല്ല. മുണ്ട് താത്തിയുടെ പറഞ്ഞു വന്നപ്പോ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ.
അല്ല ചേട്ടാ ഈ എന്താണ് ചേട്ടൻ ഈ ലക്ഷണമൊക്കെ പറയൂ ലക്ഷണം പറയും. മുഖം നോക്കിയിട്ട് അങ്ങനെയാണെങ്കിൽ ആയിരിക്കും ഉല്ലാസേട്ടന്റെ മുഖം നോക്കിയിട്ട് ലക്ഷണം എന്ന് പറയും. നേരെ ഒന്നിരുന്നേ. ആ അതിപ്പോ എന്ത് പറയാ, ഇങ്ങനെ കള്ളലക്ഷണമാണ്. correct. ചേട്ടൻ ഉള്ളത് പറയുന്നത് കാര്യം പറയണ്ട, ആരായാലും നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. അപ്പൊ മാർട്ടിൻ ചേട്ടന്റെ ലക്ഷണം മുഖലക്ഷണം. ആ ഓ, ഇവിടുന്നാ മുഖം വന്നേക്കണേ. എന്തോരം മുഖം ഇരിക്കണേ. എന്നാലും നല്ലൊരു ലക്ഷണമുണ്ട്, അവലക്ഷണമുണ്ട്. നല്ല ലക്ഷണം. ആ ഓക്കെ, എന്നാ പിന്നെ അവരെ വിട്ടേരെ. ആ. എന്റെ മുഖത്ത് നോക്കിയിട്ട് ലക്ഷണം എന്തോ ഒരു പ്രതിസന്ധി ഉണ്ട്, ആ ഒരു മ്ലാനത മുഖത്ത് കാണുന്നുണ്ട്. ആണോ? കഴിഞ്ഞ ആഴ്ച എങ്ങാനും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ആ ചെറിയൊരു നഷ്ടം ഉണ്ടായിട്ടുണ്ട്, സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ടല്ലോ. ആ, ഉണ്ടല്ലോ. ആ, ഉണ്ട്. ഒരു പേഴ്സ് നഷ്ടപ്പെട്ടോ? കറക്റ്റ്. ശരിക്കും എന്റെ പേഴ്സ് കളഞ്ഞു പോയി കഴിഞ്ഞ ആഴ്ച. എങ്ങനെ മനസ്സിലായത്? അതൊക്കെ നമുക്ക് ഇവിടെ കിട്ടി. അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു? അതിനകത്ത് എന്റെ ATM കാർഡ് ഉണ്ടായിരുന്നു, എന്റെ പാൻ കാർഡ് ഉണ്ടായിരുന്നു, എന്റെ ആധാർ കാർഡ് ഉണ്ടായിരുന്നു, ലൈസൻസ് ഉണ്ടായിരുന്നു, ഒരു മൊബൈൽ ഉണ്ടായിരുന്നു, അതിന്റെ ചാർജർ ഉണ്ടായിരുന്നു, ഒരു പവർ ബാങ്ക് ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ, മേക്കപ്പ് സെറ്റ് കുറച്ചുണ്ടായിരുന്നു, ഒരു ലിപ് ലൈനർ ഉണ്ടായിരുന്നു, ഒരു ഐലൈനർ ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് സാധനങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു ചേട്ടാ. പേഴ്സ് അല്ലേ നഷ്ടപ്പെട്ട, അലമാരയാണോ നഷ്ടപ്പെട്ടത്? അതുമാത്രം സാധനങ്ങളൊക്കെ അല്ല, എന്റെ പേഴ്സ് തന്നെയാണ് നഷ്ടപ്പെട്ടത്. ആണോ? ആ എന്നാൽ ഒരു 51 രൂപ ദക്ഷിണ തന്നാൽ ആ ഞാൻ ആ പേഴ്സ് തരാം. 51 രൂപ മതിയോ? അത് കുഴപ്പമില്ല, അതിപ്പോ നമുക്ക് അല്ല, കൊടുക്കാം. 51 രൂപ എന്ന് അങ്ങനെ പറഞ്ഞില്ല. 51 രൂപ 2000-ന്റെ നോട്ടായി പൊതിഞ്ഞിങ്ങി തന്നെ. എന്നാ തരാം. ശരി, എന്തെങ്കിലും ആവട്ടെ. പേഴ്സ് കണ്ടുപിടിച്ച് തരും, കാരണം അതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മുടെ ATM, പാൻ കാർഡ്, ലൈസൻസ് ഒക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ എത്ര ഓഫീസിൽ കയറി ഇറങ്ങിയാലും വലിയ ബുദ്ധിമുട്ട്. ഇതാണോ നോക്കിയേ? അയ്യോ ഇത് തന്നെയാണ് എന്റെ പേഴ്സ്. കള്ളാ, നിങ്ങൾ അടിച്ചു മാറ്റിയാണല്ലേ? കള്ളാന്ന് പറയലോട്ടോ. നിങ്ങൾ അതിനകത്ത് സാധനം ഉണ്ടോന്ന് മൊത്തം ഉണ്ടോന്ന് നോക്ക്. എല്ലാം ഉണ്ടോന്ന് നോക്കി. നോക്കട്ടെ. നോക്ക്, എല്ലാ സാധനങ്ങളും ഉണ്ടോ നോക്ക്. ഞാൻ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ നോക്ക്. ഉണ്ടോ അശ്വതി? ആ എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. അപ്പൊ കള്ളനല്ല. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ആൾക്കാരെ ഒന്നും നമുക്ക് കണ്ടു കിട്ടാനില്ല. ഇതൊക്കെ കളഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ ആരെങ്കിലും തിരിച്ചു കൊടുക്കും. അത് ഇത്രയും കണ്ടുപിടിച്ച് എന്നെ കണ്ടുപിടിച്ച് ഇവിടെ വന്ന് തന്നല്ലോ ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഇത് പിടിച്ചോ. ഇത് ഇല്ലേ, നിങ്ങൾ വലിയ സെലിബ്രിറ്റിയും വലിയ ആളൊക്കെയാ. അയ്യോ പക്ഷെ അതിൻ്റെ അകത്തൊരു 2000 രൂപ പോലും കണ്ടില്ല. ഒരു 10 രൂപ അതിനകത്ത് ഇടായിരുന്നു. ഒരു 10 രൂപ അതിനകത്ത് ഇടായിരുന്നു. ഇത്രയും സെലിബ്രിറ്റി ഈ പേഴ്സിനകത്ത് ചുമ്മാ കൈയിട്ട് പഴുതാരം പിടിച്ച് കടിച്ചാനെ തന്നെ. ഇത് കണ്ടോ? 2000 രൂപ ഇതെവിടെ ഇരുന്നു? ചേട്ടൻ ഇത് കണ്ടില്ല? ഇല്ല. ഇതിനകത്തൊരു രഹസ്യം അറിയണ്ടായിരുന്നു, അത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ തിരിച്ചും മറിച്ചും നോക്കിയിട്ട് എന്നത് കിട്ടിയില്ലല്ലോ. ആണോ? ഇത് എവിടെ ഇരുന്ന രഹസ്യം? അടുത്തത് 4000 രൂപ. കാണിച്ചേ. ഇത് കണ്ടോ? പൈസ കിട്ടിയ ഞാൻ പണിയെടുത്ത പൈസ